നമുക്കിന്നേ ഒരു ചേമ്പും താള് കറി വെക്കാവേ. ഇത് ചീമച്ചേമ്പെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വലിയ കിഴങ്ങുള്ള ചേമ്പ്. ഇതിൻ്റെ താള് കർക്കിടകത്തിലൊക്കെ കറി വെക്കും. നമുക്കിന്ന് ഇതൊരു താളെടുത്ത് കറി വെക്കാം. ചേമ്പൻ താളെന്നോ ചേമ്പിൻ തണ്ടെന്നോ ഒക്കെ പറയും. ഈ താള് നമുക്ക് ഈ ഒരു തണ്ടെടുത്ത് നമുക്ക് കറി വെക്കാം. അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുൾ വീഡിയോ കാണണേ. എല്ലാവർക്കും അറിയാവുന്നതാണ് താള് തോരൻ വെക്കുന്നതൊക്കെ. എന്നാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേരെ. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഞാൻ ആ താള് മുറിച്ചെടുത്തു. അതിൻ്റെ ഇല കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ മുകളിലത്തെ ആ പച്ച നിറത്തിലുള്ള തോലും കൂടി ഒന്ന് പൊളിച്ച് കളഞ്ഞേക്കാം. ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ. താള് കുറച്ച് കൂടത്തിൽ കുറച്ച് കാന്താരിയും കൂടെ കിട്ടി പഴുത്തു പോയായിരുന്നു. നമുക്കിത് തോരന് ഈ കാന്താരി എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതിൻ്റെ ഈ തൊലി കളയുന്ന എന്തിനാന്ന് ആർക്കെങ്കിലും അറിയാവോ? തൊലി കളഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുപോലെ ഇത് അരിഞ്ഞിട്ട് നമ്മൾ പിഴിഞ്ഞ് കളയും ഉപ്പിട്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. അല്ലാതെ ചൊറിച്ചിലൊന്നുമില്ല. പിഴിഞ്ഞില്ലെങ്കിലും പിഴിയുമ്പോൾ നമ്മുടെ കൈയൊന്നും ചൊറിയത്തൊന്നുമില്ല അരിയുമ്പോഴൊന്നും. പിന്നെ എന്തിനാണ് ഇത് പിഴിഞ്ഞ് കളയുന്നെന്നും ഇതിൻ്റെ തൊലി കളയുന്നെന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൊത്തി അരിയാം. ഇത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിയാണ് അരിയുന്നത്. ഇങ്ങനെ കൊത്തി അരിയാതെ വേണമെങ്കിൽ നീളത്തിലും അരിയാം. നമ്മൾ വഴുതനങ്ങയും കോവയ്ക്കയൊക്കെ അരിയുന്ന പോലെ വേണേൽ അങ്ങനെ അരിയാം. ചെറിയ കഷ്ണങ്ങൾ വട്ടത്തിലിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നീളത്തിൽ വേണേലും അരിയാം. ഇതിപ്പോൾ ഞാനിങ്ങനെ അരിയുന്ന കേട്ടോ. ഇതിങ്ങനെ ഞാനൊന്ന് ഇവിടെ അരിഞ്ഞെടുക്കട്ടെ. താള് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെക്കാവേ. അപ്പോൾ പിഴിയുമ്പോൾ നല്ലപോലെ വെള്ളം ഇങ്ങ് പോന്നോളും. നേരം അങ്ങനെ തിരുമ്മി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. താള് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിനുള്ള പരിപാടി നോക്കാം. അരപ്പിന് വേണ്ട, അരയ്ക്കണ്ട, ചതച്ചെടുത്താൽ മതിയേ. തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളി, കാന്താരി മുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാവേ. എണ്ണ ചൂടായി, കടുകിട്ടു. ഇനി കടുക് പൊട്ടി വരുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നു. അപ്പോൾ നമ്മൾ താള് ഉപ്പിട്ട് നല്ലപോലെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. അത് ഇത് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇനി അതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് അടച്ചു വെക്കാം. താള് വഴറ്റിയതിന് ശേഷം ഇത് അരപ്പ് ചേർക്കുവാണേ. തേങ്ങ ചതച്ച് വെച്ചിരുന്ന് ഇതിനകത്തോട്ട് ചേർക്കാം. താള് പിഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ആയിപ്പോയി, തേങ്ങ ഇച്ചിരി കൂടുതലായിപ്പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇനി രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഉപ്പിട്ട് പിഴിഞ്ഞതുകൊണ്ടാണ് ഉപ്പിടാത്തത്. ലാസ്റ്റ് വെന്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ അടച്ചു വെച്ചു, അവിടെ ഇരിക്കട്ടെ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി, നല്ലപോലെ ആവി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി ഇരുന്നൊന്ന് പറ്റിക്കോട്ടെ കേട്ടോ. ഇച്ചിരി വെള്ളമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പറ്റുന്നിടം വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് നോക്കി കേട്ടോ. ഉപ്പുണ്ട് കേട്ടോ. ഉപ്പ് കൂടുതൽ ഇടണ്ടാണേ. ഇലക്കറികൾക്ക് പെട്ടെന്ന് ഉപ്പ് പിടിക്കുമല്ലോ. ഉപ്പ് ആവശ്യത്തിനുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി വറ്റി വന്നപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പും താള് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മഴക്കാലത്ത് കർക്കിടകത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇലക്കറികൾ കൂടുതൽ കഴിക്കണമെന്നല്ലേ. അപ്പോൾ ഇങ്ങനെ പറമ്പിൽ കിട്ടുന്ന താളും തകരയും ഒക്കെ ഒന്ന് തഴുതാമ, പിന്നെന്താ അങ്ങനത്തെ ഇലകൾ, ചീരകളൊക്കെ എല്ലാവരും ഒന്ന് കറി വെച്ച് കൂട്ടണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഏതായാലും നമ്മൾ കറി വെച്ചതല്ലേ, നമുക്ക് ഇച്ചിരി ചോറും കൂടി അങ്ങ് ഉണ്ടേക്കാം.
ചോറും താള് തോരനും പിന്നെ മീൻ വറുത്താണ്, മത്തി വറുത്തതും തൈരും. ഇതാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ചു കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക.